നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യുവേഫ യൂറോ കപ്പിൻ്റെ രണ്ടാം ദിവസം ഇന്ന് രണ്ടാമത്തെ മത്സരം, അതായത് ഇന്നത്തെ രണ്ടാമത്തെ മത്സരമാണ് യൂറോയിലെ മൂന്നാമത്തെ കളി. രാത്രി ഇന്ത്യൻ സമയം 9:30 സ്പെയിനും ക്രൊയേഷ്യയും തമ്മിൽ ഏറ്റുമുട്ടുന്നു. തീ പറക്കുന്ന പോരാട്ടം നമ്മൾ പ്രതീക്ഷിക്കുന്നു. രണ്ട് ടീമിൻ്റെയും പരിശീലകർ ഈ ഒരു കളിയെക്കുറിച്ച് അവരുടേതായിട്ടുള്ള വീക്ഷണങ്ങൾ പറയുന്നുണ്ട്. പിന്നെ രണ്ട് ടീമിൻ്റെയും നിലവിലെ ഫോം, ഹെഡ് ടു ഹെഡിൻ്റെ കണക്ക്, ഇതൊക്കെ നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. യുവേഫയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് തന്നിട്ടുള്ള വിവരങ്ങളാണ് നമ്മൾ പങ്കുവെക്കുന്നത്. ടിലാഫ്യൂൻ്റെ അദ്ദേഹം സ്പെയിനിൻ്റെ കോച്ചാണ്. അദ്ദേഹം പറയുന്ന വാക്കുകളിലേക്ക് നമ്മളൊന്ന് കടക്കുകയാണ്. അദ്ദേഹം പറയുന്നു, തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഇൻഡിവിജ്വലി വളരെ ടാലൻ്റ് ആയിട്ടുള്ള ടീമുണ്ട്. ആ താരങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യാനും തയ്യാറാണ്. സോ ടീമിനെ സംബന്ധിച്ചിടത്തോളം വെൽ പ്ലേസ്ഡ് ആയിട്ടുള്ളൊരു ടീമാണിത് എന്ന് തന്നെ പറയേണ്ടി വരും. സ്പാനിഷ് ടീമിനെ റെപ്രസെൻ്റ് ചെയ്യുക എന്നുള്ളതൊരു ഹ്യൂജ് റെസ്പോൺസിബിലിറ്റിയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. ഞങ്ങൾ ഈ രാജ്യത്തെ റെപ്രസെൻ്റ് ചെയ്യുന്നു, ഇവിടുത്തെ എല്ലാ ആരാധകരെയും റെപ്രസെൻ്റ് ചെയ്യുന്നു. വളരെ ശാന്തമായിട്ടാണ് ഞങ്ങൾ ഇരിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മികച്ച രൂപത്തിലുള്ള തുടക്കമിടാനാണ് ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ലോകത്തെ ഏത് ടോപ്പ് ടീമിനോടും കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടീമാണ് ഞങ്ങളുടേത്. മറ്റു രാജ്യങ്ങളുടെ കോച്ചുമാർ അത് തുറന്ന് സമ്മതിക്കുന്ന കാര്യമാണ്. മറ്റൊരു ഇൻക്രെഡിബിളി സ്ട്രോങ് ടീമിനെതിരെയാണ് ഞങ്ങളിപ്പോൾ ഇന്ന് മത്സരം കളിക്കാൻ ഇറങ്ങുന്നത്, ഈ ഒരു മത്സരം കളിക്കാൻ ഇറങ്ങുന്നത് എന്ന ധാരണയുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഏറ്റവും ബെസ്റ്റായിട്ട് നിൽക്കുക എന്നുള്ളതും പ്രധാനപ്പെട്ടതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം സ്പെയിനാണ് ഏറ്റവും ബെസ്റ്റ് കൺട്രി. ലോകത്തെ ഏറ്റവും ബെസ്റ്റ് രാജ്യം സ്പെയിനാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്പാനിഷ് ആയതുകൊണ്ട് ഞാൻ ഏറെ പ്രൗഡുമാണ്. ഞങ്ങൾക്ക് ഈ മത്സരത്തിൽ കോമ്പീറ്റ് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഹാർഡ് വർക്ക് ഞങ്ങൾ കളിക്കളത്തിലും കാണിക്കേണ്ടതുണ്ട്. ഞങ്ങളുടെ മാക്സിമം കൊടുത്തുകൊണ്ട് ഈ ഒരു മത്സരം കളിക്കാനായിരിക്കും ഞങ്ങൾ ശ്രമിക്കുക. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഓരോ പൊസിഷനുകളും കീപ്പ് ചെയ്തുകൊണ്ട് മികച്ച രൂപത്തിൽ പോരാടുക എന്നുള്ളതാണ്. അതിന് ടീം റെഡിയാണ് എന്നാണ് ഇപ്പോൾ സ്പാനിഷ് കോച്ച് പറഞ്ഞത്. അതേസമയം മറുഭാഗത്ത് ക്രൊയേഷ്യയുടെ കോച്ച് പറയുന്നത് ഇന്നൊരു മികച്ച പോരാട്ടം നടത്താൻ തൻ്റെ ടീമിനും കഴിയുമെന്നാണ്. നമ്മൾ അദ്ദേഹത്തിൻ്റെ ഡാലിച്ചിൻ്റെ വാക്കുകളിലേക്കൊന്ന് പോവുകയാണ്. ഡാലിച്ച് വളരെ കൃത്യമായിട്ട് പറയുന്നു, ഞങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നത്, സ്ലാറ്റ്കോ ഡാലിച്ച് അവരുടെ കോച്ച് പറയുകയാണ്, ഞങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നത് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഗ്രൂപ്പുകളിൽ ഒന്നിലാണ്. ഇവിടെ നിലവിലെ ചാമ്പ്യന്മാർ ഇറ്റലിയുണ്ട്, നേഷൻസ് ലീഗിലെ വിന്നേഴ്സ് ആയിട്ടുള്ള സ്പെയിനുണ്ട്. സ്പെയിൻ വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ള ടീമാണ്. അൽബേനിയ ആവട്ടെ നല്ല മോട്ടിവേറ്റഡ് ആയിട്ട് ഫുൾ ഓഫ് കോൺഫിഡൻസിൽ നിൽക്കുകയാണ്. സോ ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ള ഗ്രൂപ്പുകളിൽ ഒന്നാണിത്. വിജയിച്ചുകൊണ്ട് തുടങ്ങുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ സ്പെയിനെതിരെ ഞങ്ങൾ ആദ്യ മത്സരം കളിക്കാൻ ഇറങ്ങുന്നു. ഈ സ്പെയിൻ ഞങ്ങളെ നേഷൻസ് ലീഗിൻ്റെ ഫൈനലിൽ പെനാൽറ്റീസിൽ തോൽപ്പിച്ചവരാണ്. കഴിഞ്ഞ യൂറോയിൽ 5-3 ഒരു സ്പെക്ടാക്കുലർ ഗെയിമിൽ വീഴ്ത്തിയവരാണ്. സോ അവർക്കെതിരെ കളിച്ചുള്ള പരിചയം ഞങ്ങൾക്കുണ്ട്, ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെ അവരെ പരാജയപ്പെടുത്തിക്കൊണ്ട് യൂറോയിൽ മികച്ചൊരു തുടക്കമിടാനായിരിക്കും ഞങ്ങൾ എന്തായാലും ശ്രമിക്കുക. ഞങ്ങളുടെ ഈ ടീമിൽ ഒരുപാട് യുവതാരങ്ങളും വളർന്നു വരുന്നുണ്ട്. യുവാക്കളായിട്ടുള്ള ന്യൂ ജനറേഷൻ പ്ലെയേഴ്സ് ഉണ്ട്. ഈ ജനറേഷനെ കണ്ടു പഠിക്കാൻ വളരെ മികച്ച വെറ്ററൻ താരങ്ങളുമുണ്ട്. ഇപ്പോഴും ഞങ്ങളോടൊപ്പം ലൂക്ക മോഡ്രിച്ച് ഉണ്ടല്ലോ, മാറ്റിയോ കൊവാസിച്ച് ഉണ്ട്, മാർസലോ ബ്രസോവിച്ച് ഉണ്ട്, ഇവാൻ പെരിസിച്ച് ഉണ്ട്, ഡാമിഗോ വിദയുണ്ട്. സോ ഇത് യുവതാരങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അവർക്ക് റോൾ മോഡൽസിനെ ടീമിൽ തന്നെ ലഭിക്കുകയാണ്. പിന്നെ ക്രൊയേഷ്യ നേടിയെടുത്തിരിക്കുന്ന നേട്ടങ്ങൾ അത് വളരെ മിറാക്കുലസ് ആയിട്ടുള്ള ഒന്ന് തന്നെയാണ്. ഞാൻ പറയും ഇത് പലർക്കും ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണെന്ന് തന്നെ പറയും. അതുകൊണ്ടാണ് പലരും ഞങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ ഞാൻ അതിൽ ബോധേഡ് ആവുന്നത്. ഈ ക്രൊയേഷ്യൻ ടീം തീർച്ചയായിട്ടും ബഹുമാനം അർഹിക്കുന്നവരാണ്. അത്തരത്തിലുള്ള കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്. ചാലഞ്ചിങ് ആയിട്ടുള്ള സർക്കംസ്റ്റാൻസസുകളിൽ സ്മോൾ പൂൾ ഓഫ് പ്ലെയേഴ്സിൽ നിന്ന് ഇങ്ങനെ ഒരു ടീം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ചില്ലറ കാര്യമല്ല. ഞങ്ങൾ ലോകത്തെ പവർ ഹൗസുകളോടാണ് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു പ്രൂഫാണ്. ഞങ്ങളെപ്പോലുള്ള ചെറിയൊരു രാജ്യത്തിന് എന്ത് വലിയ കാര്യവും നേടിയെടുക്കാൻ പറ്റും എന്നുള്ളതിൻ്റെ പ്രൂഫാണത്. എന്തായാലും മറ്റു പലർക്കും ഇത്തരം കാര്യങ്ങളൊക്കെ പോസിബിളാണ് എന്നുള്ളതിന് ഒരു എക്സാമ്പിൾ കൂടിയാണ് ഞങ്ങളുടെ ടീമെന്ന് ഇപ്പോൾ അവരുടെ കോച്ച് പറയുന്നു, ക്രൊയേഷ്യൻ കോച്ച് പറയുന്നു. ഈ ടീമുകളുടെ ഹെഡ് ടു ഹെഡിൻ്റെ കണക്ക് നോക്കിയാൽ 3 കളികളാണ് ഇപ്പം
യുവേഫ നൽകിയിട്ടുള്ളത്. അതനുസരിച്ച് 2 കളി സ്പെയിൻ വിജയിച്ചു, 1 കളി ക്രൊയേഷ്യ വിജയിച്ചു. 7 ഗോളുകൾ സ്പെയിൻ അടിച്ചപ്പോൾ 5 ഗോളുകൾ ക്രൊയേഷ്യ അടിച്ചു. അവസാനമായിട്ട് ഇവർ കളിച്ച മത്സരങ്ങളുടെ റിസൾട്ട് ഫോം ഗൈഡായിട്ട് എടുക്കുകയാണെങ്കിൽ സ്പെയിൻ കളിച്ച അവസാന 5 കളികളിൽ 3 വിജയിച്ചു, 1 സമനില, 1 തോൽവി. ക്രൊയേഷ്യ കളിച്ച അവസാന 5 കളികളിൽ 4 വിജയിച്ചിട്ടുണ്ട്, 1 സമനിലയുമാണ്. ഏതായാലും ഈ പ്രിപ്പറേറ്ററി മത്സരങ്ങളിലൊക്കെ മികച്ച പ്രകടനം നടത്തിയാണ് ഇരു ടീമുകളും വരുന്നത്. കളിക്കളത്തിൽ ഇന്ന് തീ പറക്കുന്ന പോരാട്ടം തന്നെ പ്രതീക്ഷിക്കണം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.